കണ്ണാടിയിൽ എല്ലാവരും മുഖം നോക്കും, എന്നാൽ പൊട്ടിയ കണ്ണാടിയിൽ നിന്ന് എല്ലാവരും ഓടിയൊളിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ജീവിതവും. നിങ്ങൾക്ക് മുന്നിലേക്ക് നല്ല സമയം കടന്നു വരുന്നുണ്ട്, എന്നാൽ നിങ്ങൾ പോലും അറിയാതെ അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരാളെയും കളിയാക്കാൻ മെനക്കെടരുത്. ഓർമ്മ വയ്ക്കുക, കുറവുകൾ നിങ്ങളിലുമുണ്ട്. അത് പറയാൻ നാവ് മറ്റുള്ളവരിലും. മറ്റുള്ളവർ എന്തു പറയുന്നുവെന്നോ എന്തു ചെയ്യുന്നുവെന്നോ നോക്കാൻ നിങ്ങൾ ഒരിക്കലും മെനക്കെടരുത്. പലരും ഇന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അവർ അങ്ങനെ ചെയ്യുന്നതിലൂടെ പുതിയ പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുക കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്നവരെ എന്നും കൂടെ കൂട്ടുക. അവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മസുഹൃത്തുക്കൾ. വിജയിച്ചവരുടെ വിജയകഥകൾ എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ അതിനു മുമ്പ് അവർ എത്ര തവണ പരാജയപ്പെട്ടു എന്ന് ഒരാൾക്കും അറിയില്ല. നിങ്ങൾക്കരികിൽ നിന്ന് വിജയം ഇപ്പോഴും അകലെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ അതിനായുള്ള വഴികൾ മാറ്റുക. അതല്ലാതെ നിങ്ങളുടെ ലക്ഷ്യത്തെയല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വിജയിക്കുന്നത് വരെ മറ്റുള്ളവർ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ഒരു വിഷയമേ അല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ചിട്ടുണ്ടാകണം. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിച്ച് ഒരിക്കലും പിന്തിരിഞ്ഞു നടക്കാതിരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ആത്മഹത്യ ചെയ്തതിനു തുല്യമായിരിക്കും. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതായിരിക്കണം ഓരോ സ്വപ്നവും. നിങ്ങൾ വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരാൾ പോലും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഒരു മൂല്യവും നൽകാത്തവരെ നിങ്ങളുടെ കൂടെ ഒരിക്കലും നിർത്തരുത്. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. ചിലർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ ഓർക്കുന്നത് പോലും. നിങ്ങളെക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവസാനിക്കുന്നത് വരെ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കാണുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു ബന്ധത്തിലും ആത്മാർത്ഥമായി ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് ആലോചിക്കുക. എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുക.